വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ചില വ്യത്യാസങ്ങൾ ഈസിലി വിസിബിൾ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവുകയും മറ്റു ചില വ്യത്യാസങ്ങൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാതെ വിടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന നാവിൽ സംഭവിക്കുന്ന ഒരു 6 വ്യത്യാസത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. 4 വ്യത്യാസത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഒരു അൺയൂഷ്വൽ ആയിട്ട് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരു ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ, ഓവുലേഷൻ ഡേറ്റ്, അതുപോലെ ഡെയിലി അഡ്വൈസസ്, ടിപ്സ്, ഡയറ്റ് പ്ലാൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 89 രൂപ മുതലാണ് മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തുള്ള ജോയിൻ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ഒന്നുകൂടി ചാനൽ കയറി വിസിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസിനകത്ത് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും ആദ്യം വരുന്ന ടെലഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിലെ ടെലഗ്രാം അക്കൗണ്ടിലോട്ട് പോയിക്കോളും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ആഡ് ആയി പോയിക്കോളൂ കേട്ടോ. നിങ്ങളുടെ നമ്പർ എനിക്കോ എൻ്റെ നമ്പർ നിങ്ങൾക്കോ കിട്ടുന്ന തരത്തിലുള്ളതല്ല ടെലഗ്രാം അക്കൗണ്ട്. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ സെക്യൂരിറ്റി നിങ്ങൾക്ക് അത്രത്തോളം ഉറപ്പിക്കാം, പ്രൈവസി നിങ്ങൾക്ക് അത്രത്തോളം ഉറപ്പിക്കാം. ചാനലിലുള്ള ബാക്കിയുള്ള ഒരു മെമ്പേഴ്സിനും നിങ്ങളുടെ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് നാവിൽ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഹോർമോൺ ഫ്ലക്ച്വേഷൻ ആണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെ ലെവലിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ നാവിനകത്തുള്ള അല്ലെങ്കിൽ വായിനകത്തുള്ള ഓറൽ മൈക്രോബയോമിൻ്റെ പ്രവർത്തനത്തിന് ഇത് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വായിൽ ഫംഗൽ ഗ്രോത്തും അതുപോലെ ബാക്ടീരിയ ഗ്രോത്തും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഒരു ഫാക്ടറാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ റീസണാണ് വാസ്കുലർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈസ്ട്രോജൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് ബ്ലഡ് ഫ്ലോയിലും അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ ഉണ്ടാകും, ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നത് കൊണ്ട് അത് ഡീപ്പറായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ടങ്കിനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ബ്ലഡ് ഫ്ലോ കൂടുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതുപോലെ നാവിൽ കളർ ചേഞ്ചസ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമ്മുടെ പ്രൊജസ്ട്രോൺ ഇൻക്രീസ് കൂടുന്നത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് സപ്രസ് ആക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഇൻഫെക്ഷൻസും മറ്റുള്ള പ്ലേഗ് പോലുള്ള കണ്ടീഷൻസും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ പല്ലിനകത്താണെങ്കിലും വൈറ്റ് കളർ ഒരു കോട്ട് പോലെ ഫോം ചെയ്യാറില്ലേ, ഈ ഒരു കണ്ടീഷനും നമുക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാകാം. പൊതുവേ പ്രഗ്നൻസി ടൈം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ്, വൈറൽ ഫീവറും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതും ഒരു റീസൺ ആയിട്ടാണ് പറയുന്നത്. രണ്ടാമത് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ഓൾറെഡി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരുപാട് ഹെൽത്തി അല്ലാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളും പ്രോട്ടീനും ഒന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് ബോഡിയിൽ ഉണ്ടാകുന്നു. വിറ്റമിൻ B12 ഫോളേറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, അയോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോൾ, വിറ്റമിൻ B2 ബുദ്ധിമുട്ടുകൾ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾക്ക് ഇതുപോലുള്ള ഡിസ്കളറേഷൻ ശരീരത്തിൽ നമ്മുടെ ടങ്കിൻ്റെ ഭാഗത്ത് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ വിറ്റമിൻ B2 ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന ഡിസ്കളറേഷൻ ചിലപ്പോൾ മജന്ത കളറിലോ അല്ലെങ്കിൽ പർപ്പിൾ കളറിലോ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ ബ്ലൂബെറി ഒക്കെ കഴിക്കുന്ന സമയത്ത് ടങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ലേ, ആ ഒരു കളർ അത്രയും ഡാർക്ക് ആയിട്ടുള്ള രീതിക്ക് കണ്ടില്ലെങ്കിലും ടങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിക്ക് ഒരു കളർ ചേഞ്ചസ് നിങ്ങൾക്ക് നാവിൽ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് ഈ ഫംഗൽ ഗ്രോത്ത് നന്നായിട്ട് കൂടുന്നത്. ചില സിറ്റുവേഷൻസിൽ ഇതുപോലെ നമുക്ക് ഫംഗൽ ഗ്രോത്ത് നന്നായിട്ടുണ്ടാകാം. കുഞ്ഞുങ്ങളുടെ നാവിലാണെങ്കിലും നാവിൽ പൂപ്പൽ ഒരുപാട് കൂടുന്നത് പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ.
തോന്നുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്കും ആ വൈറ്റ് കളറിലെ പൂപ്പൽ നന്നായിട്ട് നാവിൽ കൂടുന്നത് പോലെ തോന്നും. നമ്മൾ ടങ്ക് സാധാരണ നോർമലി നമ്മൾ ഒരു തവണ ടങ് ക്ലീൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ഒരു പൂപ്പൽ മൊത്തം പോകുന്നുണ്ടെങ്കിൽ ഇത് ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ക്ലീൻ ചെയ്താലേ പൂപ്പൽ പോകുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തും. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വടിച്ച് വരുമ്പോഴേക്കും നാവ് പൊട്ടുന്ന രീതിക്കായിരുന്നു എനിക്കുണ്ടായിരുന്നിട്ടുണ്ടായത്. നോർമലി ഒരു തവണ നമ്മൾ ആ ഒരു മൊനയുള്ള അല്ലെങ്കിൽ നല്ല ഷാർപ്പണായിട്ടുള്ള ഒരു ടങ് ക്ലീനർ വെച്ച് വടിച്ചു കഴിഞ്ഞാൽ പോകുന്ന രീതിക്കായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ അല്ലാത്ത രീതിക്ക് തന്നെ കുറച്ചങ്ങോട്ട് 2 തവണയൊക്കെ നമ്മൾ ടങ് ക്ലീൻ ചെയ്യേണ്ട രീതിക്ക് വായിൽ ആ ഒരു ഫംഗൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത റീസൺ ആണ് മോർണിംഗ് സിക്നസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാകുന്നത്. ഇത് നമ്മളിലെ ആ ഒരു വായിലുണ്ടാകുന്ന ആ ഒരു pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടുതൽ നമുക്ക് വായിൽ ഇപ്പോൾ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് മഞ്ഞ കളറിലെ വെള്ളമോ കൂടുതൽ അസിഡിറ്റി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്കൊക്കെ വോമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത റീസൺ ആണ് ഡിഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ടുള്ള വാട്ടർ റിക്വയർമെൻറ്റ്സ് ബോഡിയിൽ ഇല്ലെങ്കിലാണ് നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. നോർമലി ഒരു സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സമയത്ത് കുറേയും കൂടി വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് പ്രവർത്തനങ്ങൾ വളരെ ത്വരിതമായിട്ടുള്ള രീതിയിൽ ബോഡിയിൽ നടക്കുന്നത് കൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ബോഡിയിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അത് നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്തിൻ്റെ രൂപത്തിൽ നമുക്കുണ്ടാകാം. ഭയങ്കര ടയേർഡ്നെസ് ആയിട്ടുള്ള രീതിക്ക് നമുക്ക് ഉണ്ടാകാം. സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ്, അങ്ങനെ പലതരത്തിൽ ഡീഹൈഡ്രേഷൻ നമുക്ക് ബോഡിയിൽ തന്നെ വിസിബിൾ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോർമലി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽക്ക് തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും, അത് നിങ്ങൾക്കൊരു ബോട്ടിലുണ്ടെങ്കിൽ അത് തീരുന്നതിനനുസരിച്ചിട്ട് നിറച്ച് വെച്ചിട്ട് വെള്ളം സൺസെറ്റിന് മുൻപ് തന്നെ കുടിച്ചു തീർക്കാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ രാത്രി സമയത്ത് നിങ്ങൾക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകും. അത് നിങ്ങളുടെ ഉറക്കത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉറക്കത്തിനെ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നന്നായിട്ട് ഉറങ്ങാനായിട്ട് നോക്കണം. എന്നാലും ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ. ഒരുപാട് രാത്രി വരെ ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ലേറ്റ് ആയിട്ട് കിടന്നിട്ട് വളരെ നേരത്തെ എഴുന്നേക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായാലോ ഹോർമോണൽ ആക്ടിവിറ്റീസ് ബോഡിയിൽ കറക്റ്റായിട്ട് നടക്കാതെ വരും. പിറ്റേ ദിവസം ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ടയേർഡ്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ബോഡിയെ, നമ്മുടെ ഈ ഒരു കണ്ടീഷൻ, നമ്മുടെ ടയേർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ്റെ പ്രോസസ്സ് സെക്കൻഡറി ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. അതായത് ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ട് മെലാസ്മ അല്ലെങ്കിൽ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നൊരു കണ്ടീഷനെ പറ്റിയിട്ട്. നമുക്ക് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതലായിട്ട് കളർ ചേഞ്ചസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷനിൽ വ്യത്യാസം ഉണ്ടാവുക, കഴുത്തിന്റെ ഭാഗം ഡാർക്കഡ് ആയിട്ട് വരിക, നമ്മുടെ ചുണ്ടിന്റെ ഭാഗത്തും ഡാർക്ക്നെസ് ഫീൽ ചെയ്യുക, അണ്ടർആം ഡാർക്ക്നെസ് ഉണ്ടാവുക, തൊടയുടെ ഭാഗത്ത് ഡാർക്ക്നെസ് നന്നായിട്ട് കൂടി വരിക, നിപ്പിളിന്റെ ഭാഗം ഡാർക്ക് ആവുക, ഇങ്ങനെ പല വ്യത്യാസങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ തന്നെ ഈ പിഗ്മെന്റേഷൻ ചേഞ്ചസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ടങ്കിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യത്യാസം ഉണ്ടാകുക കേട്ടോ. ഇതിനെ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഈ എല്ലാ കണ്ടീഷനും തന്നെ ഡെലിവറിയോടുകൂടി തന്നെ, ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2-3 മന്ത്സിനകത്ത് തന്നെ നിങ്ങൾക്ക് മാറിപ്പോയിക്കോളും. ആ ഒരു കണ്ടീഷൻ ആകുമ്പോഴേക്കും ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് സ്റ്റേബിൾ ആകും, ബാക്ക് ടു നോർമൽ ആകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കണ്ടീഷനും മാറിപ്പോയിക്കോളും. അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഏതൊക്കെ രീതിക്കാണ് ഈ ഒരു കളർ ചേഞ്ചസ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നമുക്ക് നാവിലുണ്ടാവുന്ന വൈറ്റ് കോട്ടിങ് നല്ല കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകാം. രണ്ടാമതായിട്ട് ബ്രൈറ്റ് റെഡിൻ്റെ കളറിലോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ടങ്ക് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ജഗതി സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, അദ്ദേഹത്തിൻ്റെ നാവ് ഭയങ്കര ചുവന്ന കളറിലോട്ട് മാറുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. ഇത് പലപ്പോഴും നമുക്കുണ്ടാകുന്നത് അത് ചിലപ്പോൾ ആ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹത്തിന് ഫീൽ ചെയ്തത്. പക്ഷെ നമ്മുടെ നാവും അതുപോലെ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, കളർ ചേഞ്ചസ് ഒരു റെഡിൻ്റെ ടോണിലോട്ട് നിങ്ങൾക്ക് സ്വിച്ച് ആവുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അത് ഇതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസോ വിറ്റമിൻ B12 വ്യത്യാസമോ ഫോളിക് ആസിഡിൻ്റെയോ അയോണിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസീസ് ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ചിലവർക്ക് നല്ലതുപോലെ ഇതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡിലോട്ട് വരുന്നത് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പിഗ്മെന്റേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ ആയിരിക്കും. ചിലവർക്ക് പെയിൽ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളറിലോട്ട് ടങ്കിൻ്റെ ചേഞ്ചസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അനുത്ത ഒരു പിങ്ക് നിറത്തോട് കൂടിയിട്ട് വ്യത്യാസം നിങ്ങൾക്ക് ടങ്കിൽ ഫീൽ ചെയ്യും. അതുപോലെ ചില ആളുകൾക്കെന്ന് പറയുന്നത് പിഗ്മെന്റേഷനിൽ നല്ല വ്യത്യാസം വന്നിട്ട് ബ്രൗൺ കളറിലും ബ്ലാക്ക് കളറിലും ഒക്കെ ടങ്കിൻ്റെ കുറച്ച് ഭാഗത്ത്, അതായത് നടുവിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് വ്യത്യാസം ഉണ്ടാകും. ഈ എല്ലാ വ്യത്യാസവും അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ നമ്മൾ പെയിൽ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് എന്ന് പറഞ്ഞ കളറിലോട്ട് പറയുന്നത് നാവിൻ്റെ മൊത്തം ഭാഗം ആ ഒരു കളറിലോട്ട് ചേഞ്ച് ആകുന്നു
എന്നല്ല, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോർഷനിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗണോ നിറത്തിലോട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഒരുപാട് പഠിച്ചതിന് ശേഷം നിങ്ങളോട് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് ഡോക്ടേഴ്സ് ഈ ടങ്കിൽ ബ്ലാക്ക് കളറിലെ ചേഞ്ചസ് ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ടങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്തെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകാനായിട്ടും സാധ്യതകളുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.